നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്താ രാഗി, എന്താ നിന്റെ മുഖത്തൊരു സങ്കടം? ഏയ് ഒന്നുമില്ല. ഏയ് അതല്ല, എന്തോ ഉണ്ട്. പ്ലീസ് എന്നെ കുറച്ചു നേരം ഒന്ന് വെറുതെ വിടോ. രാഗി, നീ എന്താ ഇങ്ങനെ? എന്തുണ്ടെങ്കിലേ എന്റെ അടുത്ത് പറ, ഞാനതിന് പരിഹാരം കണ്ടെത്താം. എന്ത് പരിഹാരം കണ്ടെത്താന്നാ? ഞാനൊരു പെണ്ണ, എനിക്കുണ്ട് ചില ആഗ്രഹങ്ങളൊക്കെ. രാഗി, നിന്റെ ഏത് ആഗ്രഹമാണ് ഞാൻ സാധിച്ചു തരാത്തെ? ഒരു പെണ്ണിന്റെ ആഗ്രഹം സ്വത്തും പണവും ആഭരണങ്ങളൊന്നുമല്ല. പിന്നെ ഒരു കുഞ്ഞ്, ഒരു കുഞ്ഞിന്റെ അമ്മയാവുക എന്നുള്ളതാ ഏതൊരു സ്ത്രീയുടെ ആഗ്രഹം. രാഗി, അറിയാം, ഒരു കുഞ്ഞിനെ പ്രസവിക്കാനാകാത്തത് സാഗറിന്റെ കുറ്റമായിരിക്കില്ല. ചിലപ്പോ അതെന്റെ കുറ്റമായിരിക്കും. എന്നാലും എനിക്കത് സഹിക്കാനാവുന്നില്ല. ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ ഫലമായിരിക്കും അല്ലേ സാഗറെ? രാഗി, വേണ്ട. അമ്മയും രാജീവേട്ടനും ജീവിച്ചിരുന്നപ്പോ അവരുടെ വിലയൊന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. ഇപ്പൊ ഞാൻ തികച്ചും ഒറ്റപ്പെട്ടു പോവാ. അമ്മയുടെ ഏട്ടന്റെ മരണം ഒരു സാധാരണ മരണമായിരുന്നു എന്ന് എനിക്ക് സംശയമുണ്ട്. എന്താ രാഗി നീ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നേ? എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. രാഗി, അതൊക്കെ അന്ന് നമ്മള് പോലീസുകാരോട് പറഞ്ഞതല്ലേ, അന്വേഷിക്കുകയും ചെയ്തു. എന്നിട്ട് ആ ഡ്രൈവറെ പിടികിട്ടിയോ? നീ വെറുതെ വേണ്ടാത്ത കാര്യങ്ങളൊന്നും ചിന്തിച്ച് ടെൻഷൻ ആവണ്ട. അതല്ല സാഗറെ, അന്നത്തെ ആ അപകടത്തിൽ അമ്മയും ഏട്ടനും മരിച്ചിട്ടും ദീമോളെ ജീവനോടെ വിട്ടത് നമുക്ക് മക്കളില്ലാത്ത കുറവ് നികത്താനായിരിക്കും അല്ലേ സാഗറെ? ഞാൻ എന്താ അത് അറിയാതെ പോയത്? എനിക്കെന്റെ ദീമോളെ വേണം. വേണം. അല്ലെങ്കിലും ദിയെ കൂടെ നിന്നാലേ അവള് വളരുമ്പോ ആ സ്വത്തെല്ലാം നമ്മുടെ കയ്യിൽ വന്ന് ചേരും. സാഗർ എന്താ പറഞ്ഞത്? ഹേയ് ഒന്നുമില്ല. ദിയ രാഗിയുടെ ഏട്ടന്റെ രക്തം. അവള് വളരേണ്ടത് നിന്റെ കൂടെയാ, നിന്റെ കൂടെ മാത്രം. ദിയമോളെ ഏത് വിധേനയും ഞാൻ സ്വന്തമാക്കും. അതിന് ഞാൻ ഏതറ്റം വരെയും പോവും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.